മുന്തിരി പറിച്ച് കവറിലാക്കിക്കൊണ്ടിരിക്കുന്ന അൻഫുക്ക. നീ വസ്തു മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഒരാൾ പേരൊക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടാ. കൈ കാണണ്ടേ? ഇക്ക എത്ര ബ്രാഞ്ച് ഉണ്ട്? 5 ബ്രാഞ്ചിന്റെ ഓണറാട്ടോ അവിടെ നിൽക്കുന്നത്. ഹലോ ഹായ്, എല്ലാവർക്കും ആദർശ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മുന്തിരിത്തോട്ടം കാണാനാണ് പോകുന്നത് കേട്ടോ. ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു നമ്മളന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് കേക്ക് മേടിച്ചില്ലേ, മാജിക് ഓവനിൽ കേക്ക് മേടിച്ച് ആ ഷോപ്പിൻ്റെ ഓണറായ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഫാമിലിയും കൂടിയാണ് നമ്മളിന്ന് മുന്തിരിത്തോട്ടം കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളോട് ഇന്ന് ചേട്ടൻ്റെ വീട്ടിലേ വരാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ചേട്ടൻ്റെ വീടിന് മുന്നിലുള്ളത്. അവിടെ ഫുഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് ചേട്ടനെയൊക്കെ പരിചയപ്പെടാം. എന്നിട്ട് നമുക്കെന്താ അവിടെ പോയിട്ട് മുന്തിരിത്തോട്ടം കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് നേരെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറിപ്പോൾ. ഇപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലാട്ടോ. നല്ല ബിരിയാണിയുടെ സ്മെല്ലുണ്ട്. നോക്കാം. ഞങ്ങൾക്കിത് അവിടെ നല്ല നെയ്ച്ചോറും അതേപോലെ ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ചിട്ട് നമ്മൾ നേരെ മുന്തിരിത്തോട്ടം കാണാൻ പോകും. അങ്ങനെ നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടു. അടിപൊളി ഫുഡായിരുന്നു. താത്ത അങ്ങോട്ട് മാറി നിൽക്കുക, നമുക്ക് താത്തനെ അവിടെ നിന്ന് കാണിക്കാം. അതേപോലെ വണ്ടി എടുത്തു. അപ്പോൾ നമ്മളിനി കാറിൽ അവിടെ നിന്ന് ബൈക്കവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ എന്താക്കാം, ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? അടുത്തല്ലേ ഇത്? ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും പോവാം, കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വന്നു. 1300 ജോഡിക്ക്. തോട്ടൊന്നും കാണാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ കേറിയിട്ടുണ്ട് ഉള്ളോട്ട്. അമ്പലമൊക്കെ കാണാം. എവിടെയാ? മുല്ലപ്പൂ അല്ല, അരിപ്പൂവാണ്. വേറൊരു ഓക്കെ ഓക്കെ അമ്പലത്തിന്റെ അതാല്ലേ. ഓക്കെ, മുന്തിരിത്തോട്ടെത്തി നമ്മൾ. എന്നാലും നമ്മൾ ഇറങ്ങി നോക്കാം. മുന്തിരി കിട്ടുമല്ലേ, നമുക്ക് പോയി നോക്കാം. അയ്യോ, കേറും കേട്ടോ. കാവലിന് ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. കടി കിട്ടുമോ? പാലൊക്കെ ആട്ടുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ട്, അവരെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ എത്തിട്ടോ. ഈ കാണുന്നതാണ്, ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബാംഗ്ലൂർ സിറ്റി തന്നെയാണ്. ബാംഗ്ലൂരിന് നമ്മൾ ശരിക്കും മുന്തിരിത്തോട്ടം കാണുന്നുണ്ടെങ്കിൽ ഈ നന്ദി ഹിൽസിൻ്റെ സൈഡും അങ്ങനെയുള്ള കുറച്ച് ഗ്രാമങ്ങളായ സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ഇത് നിൽക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിലൊരു സ്ഥലത്ത് തന്നെയാണ്. ഒരു അടിപൊളി. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. എടാ, ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻട്രിയിലെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 1 കിലോ 40 രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗ്രേപ്സ് ഇത് കണ്ട നിറച്ച് പഴുത്തിരിക്കുന്നത്. ഒരുപാട് മുന്തിരിണ്ട് കേട്ടോ ഇവിടെ. വാവ്, ഈ ഒരു ഏരിയയിൽ നിറച്ച് മുന്തിരിയാണേ. ഇവിടെ കവർ ചെയ്ത് വെച്ചതാ. എടുത്തരാ എന്താ അടിപൊളി മുന്തിരി. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടുത്തെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ കാണാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്താ ഇവിടെ കാണിക്കും. അപ്പോൾ എന്തായാലും നോക്കുക.
കണ്ടില്ലേ പഴുത്ത് വരുന്നുള്ളൂ. അതാണ് പച്ച പച്ച മുന്തിരിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വീട്ടിലേക്കാ വരുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതും പറഞ്ഞിട്ടുണ്ട്, കേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഇതാ കണ്ടോ പച്ച മുന്തിരിയൊക്കെ പഴുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കയറാൻ പറ്റുകയാണെങ്കിൽ കയറി നോക്കാം. അടിപൊളി. വേണ്ട പടർന്ന് കിടക്കുകയാണ് മുന്തിരിത്തോട്ടം ഇങ്ങനെ. ഇവിടെ ഇതിൻ്റെ അകത്ത് അത്രയ്ക്കും കൊണ്ട് മുന്തിരി വിളഞ്ഞിട്ടില്ല കേട്ടോ. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ ഇതിൻ്റെ ബാക്കിലുള്ള അവിടേക്ക് ഒരുപാട് മുന്തിരി ഉണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തുള്ള ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെ പോയി കയറാം. ഇവിടെ കിലോ 40 രൂപ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറി കാണാനും കൂടുതലുള്ള പൈസ കൂട്ടിയിട്ടായിരിക്കും അവർ 40 രൂപ പറയുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ഫാമല്ലേ, അപ്പോൾ ആരെയും കയറി വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കും അതൊരു ഇതാവണ്ടേ. പ്രത്യേകിച്ച് നമ്മളൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു എന്തെങ്കിലും കാണണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഒരു കിലോ 40 രൂപയ്ക്ക് വാങ്ങിയാലും നമുക്ക് വെർത്താണ് ഇവിടെ വരുമ്പോൾ. വലിയ ഫാം, ഇഷ്ടംപോലെ വന്ന് ഫോട്ടോസ് എടുക്കാം. നല്ല നല്ല അടിപൊളി, നല്ല തണുപ്പ്. ഇവിടെ കണ്ടില്ലേ മൊത്തം ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ. ഇതിന് എല്ലാത്തിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ്ലർ പോലെ. കണ്ടില്ലേ എല്ലാ മുന്തിരിൻ്റെ ഇടയിലും. അതേപോലെ പച്ച മുന്തിരി ഉണ്ട് ഇവിടെ. ഇത് നമ്മളിവിടെ കൊണ്ടുവന്നത് നമ്മളെ മാജിക് കോമണിലുള്ള ചേട്ടനാട്ടോ. ചേട്ടനാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്. ഇന്നലെ കണ്ട സമയത്ത് ഇങ്ങനെ മുന്തിരിത്തോട്ടുണ്ട് ഇവിടെ, നമുക്കൊന്ന് പോയി കണ്ടാലോ എങ്ങനെ ഉണ്ടാകും. അതെ മുന്തിരി പറിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ്. ഇവർ മുന്തിരി പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ നിങ്ങളത് പറിക്കല്ലേ. ഇതാ അവിടെ അൻപുക്കാ മുന്തിരി പറിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതാ പറിക്കുന്നത് കാരണം മോളാട്ടത്. അതാ മുന്തിരി പറിച്ചു. ഒരു ഹായ് പറയോ. ഹായ് പറഞ്ഞു. മുന്തിരി ഇട്ട് കഴിക്കരുതോ. ഒരു ഹായ് പറ. വാഷ് ചെയ്തിട്ടാണ് നമ്മളെ കഴിക്കാൻ. ഇവിടെ പേരെന്തായിരുന്നു? ഐറ. ഇതൊക്കെ അവിടെ നിന്ന് മുന്തിരി പറിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മുന്തിരി മേടിച്ചും പോവാം. അതെ കയറുന്നതിനും കൂടെ ഉള്ളവരേക്ക് ഉദ്ദേശിക്കുന്നത് 40 രൂപ അല്ലേ. കിലോ ഗ്രേപ്പിന് നമുക്ക് ഇവിടെ വരുന്നത് 100 രൂപയാണ്. 2.5 കിലോക്ക്. ഓക്കെ ഓക്കെ. അവർ കുറച്ച് നമുക്ക് തരും. മുന്തിരി അല്ലേ, ഫ്രഷ് മുന്തിരി. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് പോയി. ഇതാണല്ലേ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. മുന്തിരി പറിച്ച് കവറിലാക്കിക്കൊണ്ടിരിക്കുന്ന അൻഫുക്ക. നീ വസ്തു ചേട്ടൻ്റെ പേര് ഗോവിന്ദ. അങ്കിൾ നമുക്ക് മുന്തിരി കവറിലാക്കി കൊടുത്താൽ നീട്ടി വിളിക്കണല്ലേ. അവിടെ കണ്ടില്ല ഒരുപാട്. ഈ സൈഡ് ഇതാ കണ്ടില്ല, ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കണ്ടാ അടിപൊളിയായിട്ടാ. അങ്ങനെ കടിച്ച് തിന്നാം, പക്ഷേ തിന്നാൻ പറ്റിയായിരുന്നു. ഇതിൻ്റെ മേലൊക്കെ മരുന്നടിച്ചിട്ടുണ്ട്, ഇല്ലേ നമുക്കൊന്ന് തിന്നു നോക്കാം. എന്നാലും അടിപൊളിയൊരു എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോൾ. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക. അടിപൊളി ഫോട്ടോസൊക്കെ കാണാം. അതൊക്കെ പറിച്ചെടുത്താട്ടോ, സ്വന്തമായി ഞാൻ തന്നെ പറിച്ചെടുത്ത. ഇക്കാനെ പറിച്ചെടുത്ത മുന്തിരിക ഇക്കാനെ തിന്നാൻ വേണ്ടിയിട്ട്. ഇവിടെ പക്ഷെ എന്തോ കൊത്തിയിട്ടുണ്ടല്ലോ, എന്തോ കേടുണ്ട്. പറിച്ചോ. ഈ സൈഡൊക്കെ കേടുണ്ട്. അതിന് മാത്രം പൈസ കൊടുക്കുന്നില്ല. കിട്ടും. അയ്യോ കിട്ടിയത് മാറിപ്പോയോ. ഏതോ ഒരു കവറിൽ കുറച്ച്. മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഒരാൾ പേരൊക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടാ.
കൈ കാണണ്ടേ? ഇവിടെ പേരക്കന്മാരൊക്കെ ഉണ്ട്. പേരക്ക നമ്മൾ കേൾക്കാനുള്ള ഫെസിലിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് പേരക്ക കഴിക്കുക? വേണ്ട പേരക്ക നമ്മൾ വാങ്ങിയതാട്ടോ അതൊക്കെ. ഇത്രയും പാക്ക് ഒന്നുകൂടി ഉണ്ട് എൻ്റെ കയ്യിലാണ് തോന്നുന്നത്. ಬೇರೆ ಕಡೆ ಹತ್ತಬಲ್ಲಿ ಗೊತ್ತಾ? ಅಲ್ಲಿ ಮಾಡ್ತಾವ್ರೆ. ಹೌದಾ? ಅಲ್ಲಿ ಹೋಗಿದ್ದೀರಲ್ಲ? ಅಲ್ಲಿ ಹೋಗೋರಾ? ആർക്കെങ്കിലും ഇങ്ങനെ മുന്തിരി ഫാമിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാംഗ്ലൂർ സിറ്റിയിലാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഉള്ളോട്ടൊക്കെ കയറി പോകണം. നന്ദി ഹിൽസിൻ്റെ സൈഡ് ഞങ്ങളുടെ സൈഡിലേക്ക് പോകണം. ഇത് അങ്ങനെയൊന്നും വേണ്ട. ഇത് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി തന്നെ, ഇലക്ട്രോണിക് സിറ്റിയാണ് ഇത് വരുന്നത്. ഞാൻ ലൊക്കേഷനും കാര്യങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഫാമാട്ടോ. ഇതിനുള്ളിൽ നമ്മൾ കയറിയിട്ടില്ല അല്ലേ. മൊത്തം മുന്തിരി പടർന്ന് കിടക്കുകയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു അവിടേക്കുള്ള എൻട്രി ഇതിലെങ്ങനെ ആയിരിക്കാം. ഇവിടെ എന്തോ ഇതിലാണ് ഇതിലേക്ക് കയറാനുള്ള സ്ഥലം. ക്ലോസ് ചെയ്തിട്ടതാണ്. ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പണിക്കാരൊക്കെ ഉണ്ട്. മൊത്തം മുന്തിരിയാണ് ഇതിൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ അകത്ത് കയറി കുറേ മുന്തിരികളൊക്കെ മേടിച്ചു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്ന സമയത്ത്. ആദ്യമായിട്ടാണ് ഇതിൽ അങ്ങനെ മുന്തിരിത്തോട്ടത്തിലൊക്കെ വരുന്നത്. നല്ല സുഖം ഉണ്ടായിരുന്നു. പോണതെടുക്കാം. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് ഇക്കാൻ്റെ വീട്ടിലേക്ക്. നമുക്കൊരു ദിവസം മാജിക് ഓവൻ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാണ്ട്. കാരണം അടിപൊളി കേക്ക് ഉണ്ടാക്കും. സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ വിളിക്കാം, നമുക്ക് വീഡിയോ എടുക്കാം. നല്ല അടിപൊളി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? 5 ബ്രാഞ്ചിൻ്റെ ഓണറാട്ടോ അവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പോയിട്ടൊന്ന് എടുക്കണം അവരെ മാജിക് ഓവൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ തിരിച്ചും കഴിഞ്ഞിട്ട് അജ്മൽ ഖാൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ അവയർനെസ് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ മുന്തിരി അവിടെ പോയി ഒരു ജ്യൂസ് ഇട്ട് അടിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.